എപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു സംശയം, എങ്ങനെ ബ്രഷ് ചെയ്യണം, എത്ര ബ്രഷ് ചെയ്തിട്ട് എൻ്റെ പല്ലിൽ കക്ക പിടിക്കുന്നു എന്നുള്ളത്. പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പല്ല് എപ്പോഴും ക്ലീനായിട്ടിരിക്കും. കാരണം ബ്രഷിങ്ങിൻ്റെ ആവശ്യം എന്താണ്, എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടതെന്നൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മുടെ പല്ലിലുള്ള എണ്ണമെഴുക്ക് കളയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ബ്രഷ് ചെയ്യുന്നത്. കട്ടിയായിട്ടുള്ള എന്തെങ്കിലും, ഇപ്പോൾ കാൽക്കുലസ്, പ്ലാക്ക് അല്ലെങ്കിൽ നമുക്ക് കക്ക പിടിക്കുന്നത് ഒരിക്കലും നിങ്ങൾ ബ്രഷ് ചെയ്താൽ പോകത്തുമില്ല. അപ്പോൾ ബ്രഷ് ചെയ്യേണ്ടത് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എപ്പോഴും ബ്രഷ് തിരഞ്ഞെടുക്കുമ്പോൾ സോഫ്റ്റ് ബ്രഷ് എടുക്കാൻ നോക്കുക. സോഫ്റ്റ് ബ്രഷ് സോഫ്റ്റായിട്ട് ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ അപ്പ് ആൻഡ് ഡൗൺ മാത്രം ബ്രഷ് ചെയ്ത് ശീലിക്കുക. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ എല്ലാവരും തന്നെ ചെയ്യുന്ന ഫ്രണ്ടിൽ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യും. ഫ്രണ്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ഈ സൈഡിലും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് തന്നെ ബ്രഷ് ചെയ്യണം. എല്ലാവർക്കും ബ്രഷ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. നമ്മൾ സ്വല്പം വാ തുറന്ന് പിടിച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺ ബ്രഷ് ചെയ്യും. ഈ ബ്രഷുകളുടെ എല്ലാം തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു കളർ വ്യത്യാസം അല്ലെങ്കിൽ ഷേപ്പ് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഉള്ളിൽ ബ്രഷ് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നമ്മൾ അകത്ത് റൗണ്ടിൽ ബ്രഷ് ചെയ്യുക. ഇവിടെ വേണമെങ്കിൽ ഫ്രണ്ട് ആൻഡ് അപ്പ് ആൻഡ് ഡൗൺ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ സൈഡിൽ റൗണ്ടിൽ തന്നെ ചെയ്യാം. ഇത് തന്നെ മുകളിലും ചെയ്യണം. ഒരു കാരണവശാലും മുമ്പോട്ടും പുറകോട്ടും ബ്രഷ് ചെയ്യാതെ ഇരിക്കുക. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നമ്മുടെ വായിൽ കക്ക പിടിക്കത്തില്ല.